നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് മെഹുവ മൊയ്ത്രയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ദേശീയ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ പുകഴ്ത്തിയും മമതാ ബാനർജിയെ വിമർശിച്ചും മൊയ്ത്ര നൽകിയ അഭിമുഖം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പുതിയ വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകിയിരിക്കുകയാണ്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് മെഹുവ മുഖ്യമന്ത്രിയെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. മെഹുവയും ഹിന്ദുത്വ വഴിയിലേക്കാണോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സംശയിക്കുന്നത്. തൃണമൂലിലെ റിബൽ MLA-മാരെയും MP-മാരെയും വിമർശിക്കുന്ന രീതിയിലായിരുന്നു ഏതാനും ദിവസം മുമ്പ് മെഹുവ ആദ്യം സുവേന്ദുവിനെ പ്രശംസിച്ചത്. വിമത നേതാക്കൾ സുവേന്ദുവിനെ മാതൃകയാക്കണമെന്നും 2020 അദ്ദേഹം തൃണമൂൽ വിട്ടപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ നിന്ന് രാജിവെച്ചത് വിമതർ മാതൃകയാക്കണമെന്നുമായിരുന്നു മെഹുവ ആവശ്യപ്പെട്ടത്. എന്നാൽ പുതിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പവും ആഭിമുഖ്യവും കുറെ കൂടി വ്യക്തമായി വെളിപ്പെടുത്തുന്നു. കൂടെ മമതയുടെ ശൈലിയെ വിമർശിക്കുകയും ചെയ്യുന്നു. നേതാക്കളുടെ കൂട്ടരാജിയിൽ തൃണമൂലിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ പ്രസ്താവനകൾ എന്നാണ് ശ്രദ്ധേയം. ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ ഭൂരിപക്ഷം MLA-മാരും മമതയെ കൈയൊഴിഞ്ഞു. ലോക്സഭയിലെ 20 തൃണമൂൽ MP-മാർ അധികം അറിയപ്പെടാത്ത നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് ചേക്കേറുകയും BJP-യെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. രാഷ്ട്രീയ ഭിന്നതകളുണ്ടെങ്കിലും സുവേന്ദുവുമായി വൈകാരികമായ അടുപ്പമുണ്ടെന്ന് BBC-യുമായുള്ള അഭിമുഖത്തിലാണ് മെഹുവ മൊയ്ത്ര വെളിപ്പെടുത്തിയത്. TMC-യിൽ ഉണ്ടായിരുന്നപ്പോൾ താനുമായി ഏറെ അടുപ്പം പുലർത്തിയ നേതാവായിരുന്നു സുവേന്ദു. എനിക്ക് വലിയ പിന്തുണ നൽകിയിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കാൻ ടിക്കറ്റ് നൽകാതിരുന്ന കാര്യം അവർ ഓർമ്മിച്ചു. നിരാശയിൽ രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞു. അന്ന് സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഉണ്ടായിരുന്നത് സുവേന്ദുവായിരുന്നു. കരീംപൂരിൽ നിന്ന് ആദ്യം മത്സരിച്ചപ്പോൾ തനിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ ആരും വന്നില്ല. ആദ്യത്തെ റാലിയിൽ സംസാരിക്കാൻ സുവേന്ദു തയ്യാറായി. ആ ചിത്രങ്ങൾ പരിശോധിച്ച് നോക്കാം. ആ റാലിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരേ ഒരു നേതാവ് സുവേന്ദുവായിരുന്നു. കൃഷ്ണനഗറിലെ തൃണമൂൽ MP-യായ മെഹുവയുടെ വിശദീകരണം അങ്ങനെ നീളുന്നു. മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിക്ക് പാർട്ടിയിൽ സ്വാധീനമേറിയതോടെയാണ് സുവേന്ദു അകന്നത്. 2020 തൃണമൂൽ വിട്ട് BJP-യിലെത്തി. പിന്നീട് സുവേന്ദുവുമായി നിരന്തര ബന്ധം പുലർത്താറില്ലെങ്കിലും രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾ വ്യക്തിബന്ധങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം നൽകിയിരുന്ന പിന്തുണ ഒരിക്കലും മറക്കാനാവില്ലെന്നും മെഹുവ വ്യക്തമാക്കുകയാണ്. അഭിമുഖത്തിൽ മമതയെ വിമർശിക്കാനും മെഹുവ തയ്യാറായി. മമതാ ബാനർജിയുടെ പിടിപ്പുകേടിൽ നിന്ന് തൃണമൂലിനെ ഒരർത്ഥത്തിൽ രക്ഷിച്ചത് സുവേന്ദുവാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. തൃണമൂലിനെ ശുദ്ധീകരിക്കാൻ മമതയ്ക്ക് സാധിച്ചില്ല. സുവേന്ദുവാണ് അത് ചെയ്തത്. TMC നേതാക്കന്മാരുമായെല്ലാം അടുപ്പം നിലനിർത്താനാണ് മമത ശ്രമിച്ചത്. അതിനാൽ എല്ലാവരെയും ഉൾക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു. വൃത്തികെട്ടവരെയും ഉപയോഗശൂന്യരെയും നിലക്ക് നിർത്തി. സ്വന്തമായി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധിക്കുന്നവരാണോ ഇവരൊക്കെയെന്ന് മമത ചിന്തിച്ചില്ല. അവരെയൊക്കെ തൃണമൂലിൽ നിന്ന് നീക്കം ചെയ്യാൻ സുവേന്ദുവിനാണ് സാധിച്ചത്. തൃണമൂലുമായി താരതമ്യം ചെയ്ത് അവർ BJP-യെയും പുകഴ്ത്തി എന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. മെഹുവ മൊയ്ത്ര എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു MP-യോ ഒരു നേതാവോ മാത്രമല്ല. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ പിടിച്ചുകെട്ടാൻ ശക്തിയും അതുപോലെ തന്നെ ശേമുഷിയുമുള്ള ഒരു നേതാവായിരുന്നു മെഹുവ മൊയ്ത്ര. അങ്ങനെ ഒരു നേതാവ് കൂടി BJP-യുടെ പാളയത്തിലേക്ക് പോവുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തകർച്ച മാത്രമല്ല, പശ്ചിമ ബംഗാളിലെ സ്ഥിതി മാത്രമല്ല, അതിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ BJP-ക്ക് മികച്ച ഒരു ക്യാമ്പയിനറെ, ഒരു വുമൺ ക്യാമ്പയിനറെ ആയിരിക്കും ലഭിക്കാൻ വേണ്ടി പോകുന്നത്.